ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലേക്കൂടെ ഒരു ചിത്താരം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിയോട് ചോദിക്കുവാണ് വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പുള്ളി പറയും പൊതുവെ ബൂഷുകൾക്ക് ഞാൻ കൊടുക്കാറില്ല, എന്നാലും ഇപ്പം ചെറിയൊരു മാറ്റമുണ്ട്, ഒരെണ്ണം എടുത്തോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അത് വലിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഗോവിന്ദ് ഭയങ്കരമായിട്ട് ചുമയ്ക്കുവാണ്. ചുമച്ച് അവിടെ നിൽക്കുന്ന കാണുമ്പം നമ്മുടെ അയ്യപ്പണ്ണൻ ഗോവിന്ദിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഗീതുവിനെ വരുവാണ് കേട്ടോ. എന്നിട്ട് താഴോട്ട് ഗോവിന്ദ് കുഞ്ഞ് നിൽക്കുന്ന കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു നോക്കുമ്പോൾ ഗോവിന്ദ് ഈ വീഡിയോ പഠിച്ചുകൊണ്ട് നിൽക്കുക. അത് കാണുന്ന ഗീതുവിന് ദേഷ്യം വരും. ഇത് കാണിച്ചു തരാനായിരുന്നല്ലേ അയ്യപ്പേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അയ്യപ്പേട്ടനെ കൂട്ടിക്കൊണ്ട് താഴ്ച വരും. അത് കേട്ട് ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുവാണ്. നേരെ ഷിബു പറഞ്ഞത് അത്ര കറക്റ്റാണ്, ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് കുളമാക്കി തരുമെന്ന് പറഞ്ഞ് കറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്തല്ലോ എന്ന് ഓർക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗീതു ചോദിക്കുവാണ്, നിങ്ങൾ കഞ്ചാവ് വലിയും തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ഇത് കഞ്ചാവല്ല, ഇത് വീഡിയാന്ന് പറയും. എനിക്ക് കഞ്ചാവും വീഡിയും കണ്ടാൽ തിരിച്ചറിയാം എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് കരയാൻ തുടങ്ങും കേട്ടോ. ഇത് കഞ്ചാവല്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും ഇത് പറയാം, കഞ്ചാവ് വലിച്ച 5 തരം സ്വഭാവമെന്ന് പറയുന്നത് എത്ര കറക്റ്റാണ്, അദ്ദേഹം അങ്ങേറെ സ്വഭാവം മാറിയെന്ന് പറയുവാണ്. ആ സമയത്ത് അയ്യപ്പണ്ണൻ ആ വീഡിയോ മേടിച്ചിട്ട് നോക്കുവാണ് കേട്ടോ. എന്താ പറയുക, കുഞ്ഞ് ഇത് മറ്റേതല്ല, ഇത് കഞ്ചാവല്ല, പേടിക്കണ്ട, ഇത് വീഡിയോന്ന് പറയും. ആ സമയത്തേക്ക് നമ്മുടെ ഗീതു ചോദിക്കും, ഇതിങ്ങനെ രക്ഷിക്കാനുള്ള പുതിയ അടവാണോ എന്ന് ചോദിക്കാൻ പറയും. അല്ല കുഞ്ഞിന് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും. അപ്പോഴേക്കും ഗീതു ഒന്ന് ചെറുതായിട്ട് ഇനി മേലെ നിങ്ങൾ കുടിയോ വലിയോ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നത് എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ വലിച്ചു പോയതാ എന്ന് പറയുമ്പോഴാണ് ഷിബുവിനോട് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഷിബു സിഗരറ്റും കൊണ്ട് വരുന്നു കേട്ടോ. ഷിബു സിഗരറ്റ് കൊണ്ട് വന്നിട്ട് എന്നാ സാറേ സിഗരറ്റ് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് സിഗരറ്റോ, എന്ത് സിഗരറ്റ്, ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ സാറല്ലേ എന്നോട് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് പിന്നെയും ദേഷ്യം വരുവാണ്. ഗീതു പറയും, നിങ്ങൾ ലോക കള്ളനാ, നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ഷിബുവിനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്, കയറി പോടാന്നും പറഞ്ഞ്. ആ സമയത്ത് ഗീതു കലിപ്പിലായിട്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും ഷിബു വന്നിട്ട് സാറിന് സിഗരറ്റ് വേണ്ടി നിൽക്കുമ്പോൾ നിൻ്റെ സിഗരറ്റ് എന്ന് പറഞ്ഞ് ഗോവിന്ദ് ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് ഷിബു പോയി വണ്ടി കഴുകാൻ പോവാണ്. അയ്യപ്പണ്ണ അവിടെ നിന്ന് പയ്യെ പോവാണ് കേട്ടോ. അയ്യപ്പണ്ണ മനസ്സിലായി നിന്നാൽ ഗോവിന്ദിന് ദേഷ്യം കൂടുന്നു. അപ്പോഴേക്കും ഗോവിന്ദ് പയ്യെ മുറിയിലോട്ട് ഗീതുവിനെ നോക്കി കയറി പോവാണ്. ഗീതു ആണെങ്കിൽ ഷെൽഫിലുള്ള തുണിയെല്ലാം വലിച്ചു വാരി ഇടുവാണ് കേട്ടോ. ഗോവിന്ദിൻ്റെ മുഖത്തോട്ടാണ് ഒരു തുണി വന്ന് വീഴുന്നത്. ഗോവിന്ദ് ചോദിക്കുന്നത് നിനക്ക് എന്താ വട്ടായോ, നീ എന്നെ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോക കള്ളനാണ്, നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഹാഷിഷ് ഓയിൽ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറയും, അതല്ല, എനിക്ക് തലവേദന എടുക്കുമ്പോൾ തൂക്കുന്ന ആക്സ് ഓയിലാണ് ഇവിടെ ഉള്ളതെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല ഗീതു, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാനെൻ്റെ ടെൻഷനും കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ചെറുതായിട്ടൊന്ന് അടങ്ങുവാണ് കേട്ടോ. എന്നിട്ട് പറയാം എന്തിനാ ടെൻഷൻ എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഗീതുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഗോവിന്ദ് ഇഷ്ടത്തിൻ്റെ കാര്യം അവൾക്ക് മനസ്സിലായെന്ന് ഓർത്തിങ്ങനെ നിൽക്കും. പറയും, രഞ്ജുവിനെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓർത്തല്ലേ, അത് ഓർത്ത് കണ്ണേട്ടം പേടിക്കണ്ട, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, സമാധാനമായിട്ടിരുന്നു എന്ന് പറയും. ഇനി അതിനുവേണ്ടി നിങ്ങൾ വലിക്കുകയും കുടിക്കുകയൊന്നും ചെയ്യേണ്ട, ഞാൻ വിധവയാവുമെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ നോക്കുമ്പോഴേക്കും പറയും, വിധവയായ ആകെ പോകുന്ന ആർക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ഇങ്ങനെ നിനക്കാ എന്നിങ്ങനെ പറയുമെന്ന് ഓർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയാം, നിങ്ങൾക്ക് തന്നെ പോവും, അല്ലാതെ ആർക്ക് പോകാനോ എന്ന് ചോദിച്ചിട്ട് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പിന്നെയും പോവാണ് കേട്ടോ. പിന്നെ ഗോവിന്ദ് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിശ്ചയം അവൾക്ക് ആകെ ദേഷ്യമായെന്ന് തോന്നുന്നതെന്ന് പറയുമ്പം നമ്മുടെ അയ്യപ്പണ്ണനങ്ങ് വരുവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇഷ്ടം പറയാമെന്ന് പറഞ്ഞ് പോയിട്ട് എല്ലാം നിങ്ങൾ കുളമാക്കി തന്നില്ലേ, ഇപ്പോൾ അവൾക്ക് ദേഷ്യവും കൂടെ ആയെന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എന്നെ കഞ്ചാവ് വലിപ്പിക്കുന്ന ആളാക്കി വരെ മാറ്റിയെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗോവിന്ദനും പറയാണ്, പ്രേമിക്കുന്നവരുടെ ഇടയ്ക്കൊരു ഹംസമായിട്ട് പോകാൻ നല്ല എളുപ്പമാണെന്ന് ഞാൻ ഓർത്തെ, പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും അത്ര എളുപ്പമല്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, പ്രേമം ഒരു മഹത്തായ വികാരമാണ് കുഞ്ഞെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇനി അതും ഉണ്ടോ എന്ന് ചോദിക്കും. പറയും, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഏത് കുഞ്ഞിൻ്റെ കാര്യമോ, കുഞ്ഞങ്ങ് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവളോട് പറയാൻ പറ്റിയ സമയം എന്ന് പറയും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ വിലാസിനെ ഒരു ഓട്ടോയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഗോവിന്ദും അയ്യപ്പണ്ണനും ഇത് മുകളിൽ നിന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അകത്ത് രേഖയും ഗീതുമൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് വിലാസിനെ അങ്ങ് കയറി വരും. എന്നിട്ട് ഒരു വലിയ കവറിൽ കുറച്ച് ഫുഡാണ് കേട്ടോ, അവിടെ ഉണ്ടാക്കിയ സദ്യയുടെ ബാക്കിയാണ്, മോൾക്കും കുറച്ച് തരണം എന്നൊക്കെ തോന്നി എന്നിങ്ങനെ പറയണം. കേട്ടപാടെ ഗീതു ചോദിക്കുകയാണ്, എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പോൾ രേഖ പറയും, എന്താ ഗീതു ഇങ്ങനെ പറയുന്നത്, അമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പയ്യെ പറയാണ്, അമ്മ എന്തായാലും കാര്യം പറ, ഞാൻ സഹായിച്ചു തരാമെന്നാണെങ്കിൽ ഞാൻ സഹായിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ ഓന്ന് പറയും എന്ന് പറയും. അപ്പോഴത്തേക്കും വിലാസിന് പറയാണ്, ഇത്രയും നാൾ അമ്മ മോളെ ഒരിക്കലും നോക്കിയിട്ടില്ല, മോളമ്മയോട് ക്ഷമിക്കുക, വിനോദം ഉണ്ടായി കഴിഞ്ഞാൽ മോളെ നോക്കാനൊന്നും പറ്റില്ല, അമ്മയ്ക്ക് മോൾക്ക് കുറച്ച് ചോറ് വാരി തരണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ
കാഞ്ചന ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വിഷമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് കേട്ടോണ്ട് ഗോവിന്ദ് വരുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ് ചൂടാവുകയാണ്. എന്നാ നിൻ്റെ അമ്മ നിനക്ക് വിഷം തന്നാണോ വരുത്തിയേ? ഇവിടെ വരുന്നവരോട് ഇങ്ങനെ പെരുമാറാൻ ഇവളോട് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ് ചൂടാകുമ്പോൾ രേഖ നമ്മുടെ കാഞ്ചനോട് പറഞ്ഞു കയറിപ്പോ കാഞ്ചന ഇവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. കാഞ്ചന അങ്ങനെ പേടിച്ച് പറിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്തോട്ട് വിലാസിനി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോവിന്ദനോട് പറയുന്നുണ്ട് മോനെ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് വരുവാണ്. അപ്പോൾ പറയും മോളി ഈ പാക്കറ്റിലെ ഫുഡൊക്കെ എടുത്ത് വെളി വെക്ക്, അമ്മ ഇപ്പം വരാം, മോക്ക് വാരി തരണം അമ്മയ്ക്ക് ഒരു വാ ചോറെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് രേഖ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ കാര്യമായ വിഷമമുണ്ട് കേട്ടോ ഗീതു, നീ ചുമ്മാ കളിക്കല്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന വിലാസിനിയോട് ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഇതത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു സർജറി ചെയ്താൽ മതിയാവും എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ഇതെല്ലാം പുറകെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗീതു ചിന്തിക്കുന്നുണ്ട് സർജറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിലാസിനി പറയുന്നുണ്ട് മോനെൻ്റെ ചികിത്സയ്ക്കുള്ളതെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞത് എനിക്കറിയാം. ഇത്രയും നാൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ട് ഓരോ തെറ്റായ കാര്യങ്ങളിലൂടെ നടക്കുകയും ജീവിക്കുകയും ചെയ്ത് കള്ളത്തരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. ബ്രെയിൻ ട്യൂമറിന് എന്തായാലും ചെറിയൊരു സർജറി അല്ല വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗീതു ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയും മോൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഗീതു ഇതെല്ലാം കേട്ട് പുറകിൽ നിന്ന് കരയുവാണ് കേട്ടോ. ഇവർ സംസാരിക്കുന്നത് ഗീതു മാറി എന്നാണ് കേൾക്കുന്നത്, ഇവർ കാണുന്നില്ല കേട്ടോ ഗീതു അവിടെ നിൽക്കുന്നത്. പിന്നെ ഗീതു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.